ദേവയാനി. ഈ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. കുറച്ചുറക്കെ പറഞ്ഞോളൂ, ഇത് അഭിനയമാണ്. അഭിനയമാണെങ്കിലും നമ്മുടെ ദേവയാനിക്ക് തീരെ വയ്യ. ഹോസ്പിറ്റലിലാക്കിയിരിക്കുകയാണ്. ശരിക്കും വയറ്റിളക്കമാണ്. അതിൻ്റെ ഒരു ഇതിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും 2 വാക്ക് ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് പറയാൻ പറ്റും? എന്താണ് താങ്കളുടെ എക്സ്പീരിയൻസ്? ഒരിക്കലും ഇവിടെ വെറുതെ വരില്ലേ? നയനെ ഒരിക്കലും വെറുതെ വിടില്ലെന്നാണ് നമ്മുടെ ദേവയാനി പറയുന്നത്. തിരിച്ചു വന്നിട്ട് നമ്മുടെ അനന്തപുരി ചുട്ട് ചാമ്പലാക്കിക്കൊണ്ട് നമ്മുടെ ദേവയാനി എന്തൊക്കെ ചെയ്യും, അതിൻ്റെ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കിടന്നുകൊണ്ട് അത് ചെയ്യുവാണോ? ഹായ് ജാനകി, എന്താണ് ഈ ഹോസ്പിറ്റലിലേക്ക് വന്നത്? ഏട്ടത്തിക്ക് വയ്യാണ്ടായോ? ഷോ, എന്ത് പറ്റി ഏട്ടത്തി? ഇല്ല, ഏട്ടത്തിക്ക് വയറ്റിളക്കം വന്നെന്നാണല്ലോ ഞാൻ കേട്ടത്. അല്ല, വിഷം കഴിച്ചു. ആരാണ് ആ വിഷം കൊടുത്തത്? ഏത്? നേരിട്ട് കാണുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ദേവയാനി ആകെ മരിക്കാറായി കിടക്കുകയാണ്. ഞങ്ങൾ വന്ന് ഞാനും ജാനകിയും വന്ന്, കാരണം നമുക്ക് അത്രയും ഇഷ്ടമാണ് നമ്മുടെ ദേവയാനിയെ. നമ്മുടെ വീടിൻ്റെ ഏട്ടത്തിയാണ്, എൻ്റെ വീട്ടിലെ ആദ്യത്തെ മരുമോളാണ്. അപ്പം എനിക്കത് താങ്ങാനാവുന്നില്ല. നോക്കിക്കുന്നു.